Hello scholars. Welcome to Scholars Hub. It's me Nias. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1ൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. ഒന്ന് നമ്മുടെ സ്കോളേഴ്സ് ഹബിൻ്റെ തന്നെ റെഗുലർ സ്റ്റുഡൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ ഇനീഷ്യലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ആ ഒരു എൻറ്റയർ യൂണിറ്റ് ഓടിച്ചിട്ട് നോക്കുമായിരിക്കും. മിനിമം ഒരു 10 to 15 മിനിറ്റിനുള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എൻറ്റയർ ടോപ്പിക്ക് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള സ്കോളേഴ്സ് ഹബിൻ്റെ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എൻറ്റയർ ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇതിലൊരു ഫുൾ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കില്ല, മറിച്ച് നമ്മളൊരു ഓവർവ്യൂ ആയിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലും കൂടി വെച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു യൂണിറ്റ് പറഞ്ഞാൽ മിനിമം നമുക്കൊരു 1 hour ക്ലാസ്സസ് എടുക്കണം. അപ്പോൾ നമുക്കൊരു ക്രാഷ് കോഴ്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് മുഴുവനായിട്ട് നമുക്ക് എന്തായാലും നോക്കാൻ പറ്റില്ല, മറിച്ച് നമ്മൾ ഓടിച്ചിട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഴ്സസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത പിള്ളേർ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1ൽ കൊടുത്തിട്ടുള്ളതെന്ന്. അണ്ടർസ്റ്റാൻഡിങ് പോയട്രി, ഹൗ ടു റീഡ് എ പോയം. അതായത് എങ്ങനെ നമുക്കൊരു പോയട്രി കൃത്യമായിട്ട് മനസ്സിലാക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമ്മളൊരു പോയട്രി വായിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഒരു ചെറിയ പോയം എന്ന് പറഞ്ഞാൽ ഒരു പോയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള 1-2 വേർഡ്സ് വെച്ചിട്ട് തന്നെ നമുക്കൊരു പോയം ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മീ ആൻഡ് വി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അലി എഴുതിയ ഒരു കവിതയെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നുണ്ട് നിങ്ങളുടെ മെറ്റീരിയലിൽ. മീ ആൻഡ് വി എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് കവിതയാണെന്ന് പറയുന്നത്. മുഹമ്മദ് അലി എഴുതിയതാണ്, ബോക്സർ ആയിട്ടുള്ള മുഹമ്മദ് അലി എഴുതിയ കവിതയാണത്. മീ ആൻഡ് വി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, മീ വി എന്ന് പറയുമ്പോൾ അത് ഞാനും നിങ്ങളും ഒന്നാണെന്ന് പറയുന്ന വലിയൊരു തീമിലോട്ട് അത് എത്തുന്നുണ്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. സോ വലിയ കാര്യങ്ങളെ ചെറിയ വേർഡ്സിലൂടെ കാണിച്ചു തരാനുള്ള വലിയൊരു എബിലിറ്റി നമ്മുടെ പോയട്രിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഡെഫിനീഷൻ ഓഫ് പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഡെഫിനീഷൻ ഓഫ് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമുക്ക് പോയട്രിക്ക് ഒരുപാട് ഡെഫിനീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് പോയട്രി എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ പോയട്രി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡെഫിനീഷൻ ഇല്ല. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനീഷൻസ് ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നിങ്ങളുടെ മെറ്റീരിയലിൽ 6-7 ഡെഫിനീഷൻസ് ഉണ്ട്. ഞാനതിൽ ഒരു 4 ഡെഫിനീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡെഫിനീഷൻസ് നിങ്ങൾക്ക് മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനീഷനാണ് വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയട്രി എന്താണെന്ന് പറയുന്ന ഡെഫിനീഷൻ. അതെന്താണ്? പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻ റിക്ലക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി. അതായത് പോയട്രി എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഫീലിങ്സിൻ്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, അതായത് എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് ചില വാക്കുകൾ വരില്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അല്ല, നമ്മൾ ആലോചിക്കാതെ നമ്മുടെ ഉള്ളിൽ നിന്നല്ല വരുന്നത്. അത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തരത്തിലുള്ള റൈറ്റിങ്ങിനെയാണ് നമ്മൾ പോയട്രി എന്ന് പറയുന്നത്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. സോ അതാണ് പോയട്രി. റിക്കളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി, അതായത് ഒരു ശാന്തമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വേർഡ്സിനെയാണ് പോയട്രി എന്ന് പറയുന്നത് എന്നാണ് വില്യം വേർഡ്സ്വർത്ത് പറയുന്നത്. അതുപോലെ തന്നെ വില്യം ഹാസ്ലിറ്റ് പറയുന്നു, പോയട്രി ഈസ് ആൾ ദാറ്റ് ഈസ് വർത്ത് റിമെമ്പറിങ് ലൈഫ്. അതായത് ലൈഫിനെ കുറിച്ച് ഓർക്കുന്ന കാര്യം എന്താണോ അതാണ് പോയട്രി എന്നാണ് വില്യം ഹാസ്ലിറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് വേർഡ് അതുപോലെ തന്നെ മെറ്റീരിയലിലുള്ള അതുപോലെ തന്നെ നിങ്ങൾ കാണാതെയോ എഴുതിയൊക്കെ പഠിക്കുക എന്താണ് അതിൻ്റെ ഡെഫിനീഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, പോയട്രി ഈസ് എ ഡീൽ ഓഫ് ജോയ് ആൻഡ് പെയിൻ ആൻഡ് വണ്ടർ വിത്ത് എ ഡാഷ് ഓഫ് ദ ഡിക്ഷണറി. അപ്പോൾ അത് ഖലീൽ ജിബ്രാൻ്റെ അഭിപ്രായത്തിൽ അതാണ് പോയട്രി. അതുപോലെ തന്നെ എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന അമേരിക്കൻ റൈറ്ററാണ്. പുള്ളി പറയുന്നത്, പോയട്രി ഈസ് ദ റിതമിക്കൽ ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി ഇൻ വേർഡ്സ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡെഫിനീഷൻ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിങ്ങൾ കാണാതെ പഠിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയലിൽ 3-4 ഡെഫിനേഷൻസും കൂടി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് നോക്കുക. ഒറിജിൻ ഓഫ് പോയട്രി എന്താണെന്ന് നിങ്ങളുടെ മെറ്റീരിയലിൽ ഒരു ടോപ്പിക്കായിട്ട് പറയുന്നത്. എവിടെ നിന്നാണ് പോയട്രി ഒറിജിൻ ചെയ്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ പോയട്രി
ഈ പണ്ട് മുതലേയുള്ള ആളുകൾ ഗുഹകളിലൊക്കെ താമസിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പാടി അത് പിന്നെ ഓറൽ ട്രഡീഷനായിട്ട് മാറി, പിന്നെ അത് എഴുതി, അങ്ങനെയൊക്കെയാണ് പോയട്രിയുടെ ഒരു ഒറിജിൻ വരുന്നത്. പിന്നീട് അത് ഏറ്റവും പഴക്കമുള്ള പോയട്രി ആയിട്ട് നമ്മൾ കാണുന്നത് എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയുന്ന പോയട്രിയാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള പോയട്രി എന്ന് പറയുന്നത്. ഇതൊരു സമേറിയൻ പോയട്രിയാണ്. ഈ മെസപ്പൊട്ടോമിയൻ കാലഘട്ടത്തിലൊക്കെ എഴുതിയ ഒരു പോയട്രിയാണ് എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേദങ്ങൾ ഒരു എക്സാമ്പിളാണ് പോയട്രിക്ക്. അതുപോലെ തന്നെ രാമായണ, മഹാഭാരത, ഇതൊക്കെ പുരാതന പോയട്രിയുടെ എക്സാമ്പിൾസ് ആണ്. ആർ ആൻഷ്യൻ്റ് എപ്പിക്സ് ദാറ്റ് ഫോംസ് ദ ലിറ്റററി ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. മഹാഭാരതവും രാമായണവും ഒക്കെ എപ്പിക്സിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ് വന്നത് പോയറ്റസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം, പോയറ്റസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം മേക്കിംഗ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ പോയട്രിയുടെ ഒറിജിനെ കുറിച്ച് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ പോയറ്റിക് ലൈസൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് പോയറ്റിക് ലൈസൻസ്? ദ ക്രിയേറ്റീവ് ഫ്രീഡം ടു ബ്രേക്ക് ലാംഗ്വേജ് റൂൾസ് ഫോർ ആർട്ടിസ്റ്റിക് എഫക്റ്റ്. അതായത് ഒരു പോയറ്റിൻ്റെ ഒരു ലൈസൻസ് ആണ്, പോയറ്റിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട്. അതായത് ഗ്രാമർ റൂൾസോ, അത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഗ്രാമറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാമറൊന്നും അവർക്ക് ബാധകമല്ല ഒരു പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം. അവർ ഈ ഒരു പോയം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഗ്രാമറിൻ്റെ റൂൾ അവർ നോക്കില്ല, സ്പെല്ലിങ് നോക്കില്ല, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കില്ല, ഇതൊന്നും നോക്കാതെ ജസ്റ്റ് ഒരു വേർഡ്സിൻ്റെ മീനിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ എഴുതും. അപ്പോൾ അത്തരം ആ ഒരു ഫ്രീഡത്തിനെയാണ്, പോയറ്റിൻ്റെ ആ ഒരു ഫ്രീഡത്തിനെയാണ് നമ്മൾ പോയറ്റിക് ലൈസൻസ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്? ടു എൻഹാൻസ് റിതം, ഇമോഷൻ ആൻഡ് എക്സ്പ്രഷൻ ഇൻ പോയട്രി ഓഫ് ലിറ്ററേച്ചർ. പോയട്രി ആൻഡ് ലിറ്ററേച്ചർ, അതായത് പോയട്രിയുടെ ലൈൻസിന് ഒരു റിതം ഉണ്ടാവാൻ, അതായത് ഒരു മ്യൂസിക്കൽ ടച്ച് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമോഷൻസ് കുറച്ചുകൂടി നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ഈ ഒരു പോയറ്റിക് ലൈസൻസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു പ്രിവിലേജ് അവർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഓർ ഇൻസ്റ്റൻറ്റ് ഓഫ് ഓവർ. ഓവർ എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ പകരം അവർ ഓർ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചേർക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ് വാസ് എന്ന് പറയുന്നതിന് പകരം ടി വാസ് എന്നായിരിക്കും ചിലപ്പോൾ ചേർക്കുന്നത്. അതൊക്കെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് പോയറ്റിക് ലൈസൻസ് എന്നുള്ളത്. ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളുടെ മെറ്റീരിയലിലും ഉണ്ട് എന്താണ് പോയറ്റിക് ലൈസൻസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുക, എന്നാലേ നിങ്ങൾക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ. അടുത്തത് ലാംഗ്വേജ് ഓഫ് പോയട്രി ആണ്. പോയട്രിയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടൻസ്ഡ് ലാംഗ്വേജ് ആയിരിക്കും. കണ്ടൻസ്ഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺവേസ് ഡീപ്പ് മീനിങ് ഇൻ ഫ്യൂവർ വേർഡ്സ് ദാൻ പ്രോസ്. അതായത് ഒരൊറ്റ വേർഡിൽ തന്നെ വലിയ മീനിങ്ങുകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ മുഹമ്മദ് അലിൻ്റെ കവിത വായിച്ച പോലെ തന്നെ മീ, വി എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ചെറിയ രണ്ട് പ്രോനൗണിൻ്റെ അകത്ത് തന്നെ വലിയ മീനിങ് പറയുന്നുണ്ട്. സോ അത്തരം ടൈപ്പ് ഓഫ് ലാംഗ്വേജിനെയാണ് നമ്മൾ കണ്ടൻസ്ഡ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വേർഡ്സാണ് ലാംഗ്വേജ് എന്താണ് പോയട്രിയുടെ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലെയർ ഓഫ് മീനിങ് ഉണ്ടാവും. ഒരൊറ്റ ലൈനിന് തന്നെ അല്ലെങ്കിൽ ഒരൊറ്റ സെൻറ്റൻസിന് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള മീനിങ്സ് എപ്പോഴും പോയട്രിയുടെ ലാംഗ്വേജിലുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാൻസാസ് ആയിട്ടൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ലൈൻ ബ്രേക്സ് ഉണ്ടാവും, എൻജാംമെൻ്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ പോയട്രിയുടെ ലാംഗ്വേജിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോയട്രി നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസുകൾ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചറിൽ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ അനലൈസിങ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ പഠിച്ചതാണ്. ഒരുപാട് പോയറ്റിക് ഡിവൈസുകൾ അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ചസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്തിന്? പോയട്രിയെ മനോഹരമാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഒരു പോയട്രി വായിക്കുന്ന സമയത്ത് ഈ ഫിഗർ ഓഫ് സ്പീച്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിലെ പ്രധാനപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ചസ് എന്തൊക്കെയാണ്? മെറ്റഫർ ഉണ്ട്. മെറ്റഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിനെ ഉപമിക്കുന്നതിനെയാണ്, അതായത് ഇത് അതാണെന്ന് പറഞ്ഞ് ഉപമിക്കുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോകം മൊത്തം ഒരു സ്റ്റേജാണെന്ന് പറഞ്ഞ് ഉപമിക്കുകയാണ് ഷേക്സ്പിയർ. അപ്പോൾ അത്തരം ഉപമകളെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ലൈക്ക് സ്റ്റേജ് എന്നല്ല പറയാം, നേരിട്ട് ഇത് സ്റ്റേജ് ആണെന്ന് എന്താണ് ഉറപ്പിച്ച് പറയുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുക. സിമിലി എന്ന് പറഞ്ഞാൽ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. ഇവിടെ നമ്മൾ ലൈക്ക് എന്ന് കൂട്ടി, അതായത് അതുപോലെയാണ് എന്ന് പറയുന്ന തരത്തിൽ നമ്മളൊരു കാര്യത്തിന് ഉപമിക്കുന്നതിനെ സിമിലി എന്ന് പറയും. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യനല്ലാത്ത ആളുകളുമായിട്ട് ഉപമിക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് പുഴകൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് സംസാരിക്കുന്നത്, പക്ഷേ അത് പുഴക്ക് ആ ഒരു പ്രവൃത്തി കൊടുത്താൽ അതിനെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. അലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസണൻറ്റ് സൗണ്ട്സുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, സീ ഷെൽസ് ബൈ ദ
സീ ഷോർ. അതായത് ഇവിടെ എസ് എന്ന് പറയുന്ന കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്താണ് കോൺസണൻറ്റ് സൗണ്ട്? എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞാൽ വവൽ സൗണ്ടാണ്. വവലല്ലാത്ത എല്ലാ സൗണ്ടുകളും കോൺസണൻ്റ് ആണ്. ഇപ്പോൾ ബി, എന്താണ് കെ, ടി, ജെ എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം വവൽ സൗണ്ടിൽ പെടാത്തതാണ്. അപ്പോൾ അതെല്ലാം കോൺസണൻറ്റ് സൗണ്ട്സ് ആണ്. അപ്പോൾ ഈ കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതിനെയാണ് ഓളിട്രേഷൻ എന്ന് പറയുന്നത്. ഒനമോട്ടോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ജീവികളുടെ സൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് ഫോം ചെയ്താൽ അതിനെയാണ് ഒനമോട്ടോപ്പിയ എന്ന് പറയുന്നത്. ബസ്സസ് എന്ന് പറഞ്ഞാൽ തേനീച്ചകളുടെ സൗണ്ടിൽ നിന്ന് എന്ന് പറയുന്ന ആ സൗണ്ടിൽ നിന്ന് ഡിറൈവ് ചെയ്ത വേർഡാണ് ബസ്സസ്. ബസ്സഡ് എന്ന് പറഞ്ഞാൽ മൂളുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്തരം സൗണ്ടുകളെയാണ് നമ്മൾ ഒനമോട്ടോപ്പിയ എന്ന് പറയുന്നത്. അതുപോലെ ടോൺ ആൻഡ് മൂഡ് ഇൻ പോയട്രി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. എന്താണ് ടോണ്? ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു സ്പീക്കർ ഒരു പോയത്തിനെ ഏത് ഇമോഷനിലൂടെയാണ് ഡെലിവറി ചെയ്യുന്നത് അതിനെയാണ് ടോൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ അയാൾ സങ്കടപ്പെട്ടിട്ടായിരിക്കും എഴുതുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സങ്കടത്തിനായിരിക്കും എഴുതി കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോണ് മെലൻകോളിക് ആണ് അല്ലെങ്കിൽ സാഡാണ്. ചിലപ്പോൾ സീരിയസ് ആയിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡോവർ ബീച്ച് പറയുന്ന പോലെ. അപ്പോൾ അതിൻ്റെ ഇത് കുറച്ചുകൂടി സീരിയസ് ആയിരിക്കും. ചിലപ്പോൾ അത് കളിയാക്കിക്കൊണ്ടായിരിക്കും, സാർക്കസ്റ്റിക് ആയിരിക്കും, സർക്കസം ഉണ്ടാവും. അതായത് സർക്കാസ്റ്റിക് ആയിരിക്കും അത്തരം റൈറ്റിംഗ് ഉണ്ടാവുക. സോ ആ റൈറ്റിങ്ങിനെ അത് ആ ഒരു മൂഡിലാണ് ആ ഒരു ടോണിലാണ് എഴുതുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രൈഡൻ്റെ പോയട്രിയൊക്കെ മാക് ഫ്ലക്നോ എന്ന് പറഞ്ഞിട്ട് ഡ്രൈഡൻ്റെ ഒരു പോയട്രി ഉണ്ട്. അതൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള പോയട്രിയാണ്. സോ അത്തരം ടോണിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു പോയറ്റ് ഏത് ഇമോഷനിലാണ് അദ്ദേഹത്തിൻ്റെ ഏത് ടോണിലാണ് എഴുതുന്നത് അതിനെയാണ് നമ്മൾ ടോൺ എന്ന് പറയുന്നത്. രണ്ടാമത് മൂഡ് എന്ന് പറഞ്ഞാൽ ഒരു പോയട്രി വായിച്ചിട്ട് നമ്മൾ റീഡേഴ്സിന് എന്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, നല്ല എക്സ്പീരിയൻസ് ആണോ, ജോയ് ആണോ, സന്തോഷമാണോ, ദുഃഖമാണോ തോന്നുന്നത്, അതിനെ നമ്മൾ മൂഡ് എന്ന് പറയും. അപ്പോൾ അത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് ടോണ്, എന്താണ് മൂഡ് എന്നുള്ളത്. അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രക്ചർ ഓഫ് എ പോയം. എന്താണ് സ്ട്രക്ചർ ഓഫ് എ പോയം? അതായത് ചില പോയട്രിയിൽ നമ്മൾ എഴുതുന്ന സമയത്ത് അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. അതായത് ചിലപ്പോൾ ഒരു ഹെഡിങ് മസ്റ്റായിട്ട് ഉണ്ടാവും. ഏതൊരു പോയട്രി ആണെങ്കിലും ഹെഡിങ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ദ ലാസ്റ്റ് ഡഷസ്, അല്ലെങ്കിൽ ഡോവർ ബീച്ച്, അല്ലെങ്കിൽ കാൻറ്റർബറി ടൈൽ, അല്ലെങ്കിൽ എപ്പിത്തലാമിയൻ, അല്ലെങ്കിൽ ഈസ്റ്റർ 1916, അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ടാവും. അതൊരു സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സ്റ്റാൻസാസ് ഉണ്ടാവും. ചിലപ്പോൾ 1, 2, 3, 4 ലൈൻസ് വരുന്ന ഒരു കാറ്റഗറി, ഒരു ഗ്രൂപ്പ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 4 ലൈൻസ്, അല്ലെങ്കിൽ പിന്നെ ഒരു 4 ലൈൻസ്. അതിനെയാണ് നമ്മൾ സ്റ്റാൻസ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻസാസ് അടങ്ങിയ, അതുപോലെ തന്നെ റൈം സ്കീംസ്. എന്താണ് റൈം സ്കീംസ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, എന്തായിരുന്നു റൈം സ്കീംസ് എന്ന് പറഞ്ഞാൽ? റൈം സ്കീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തിലുള്ള ലൈനിൻ്റെ അവസാനത്തിൽ നമുക്ക് ഒരേ സൗണ്ട്സ് വരുന്നതിനെയാണ് നമ്മൾ റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ആ റൈം സ്കീം ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മീറ്റർ, ഒരേ റിതംത്തിൽ സ്ട്രെസ്ഡും അൺസ്ട്രെസ്ഡുമായിട്ടുള്ള വേർഡ്സുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരേ റിതംത്തിൽ വരുന്നതൊക്കെ ഒരു പോയത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് പോയറ്റിക് ട്രൂത്ത്? പോയറ്റിക് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പോയത്തിന്, അതായത് നമ്മളൊരു പോയട്രി എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു പോയറ്റിന് എന്ത് വേണമെങ്കിലും പറയാം. അതായത് ഒരു ഡീപ്പർ മീനിങ് മെറ്റഫറൊക്കെ ഉപയോഗിച്ചിട്ട് ദ സൺ ഈസ് ഗോൾഡൻ ചാരിയറ്റ്, അതായത് പോയറ്റിൻ്റെ ചില കാര്യങ്ങൾ, മരങ്ങൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു ചലിക്കുന്ന രഥമാണ്, ഗോൾഡൻ ചാരിയറ്റാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് പോയറ്റിന് മാത്രം പറയാൻ പറ്റുന്ന സത്യങ്ങളാണ്. പക്ഷേ സയൻറ്റിഫിക് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ മരങ്ങൾ സംസാരിക്കുന്നു എന്ന് ഒരിക്കലും നമുക്ക് സയൻസിൽ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതൊരു പോയറ്റിൻ്റെ പ്രിവിലേജാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. സോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്, ആ പോയത്തിൽ കാറ്റിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാറ്റ് ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, കാറ്റ് സംസാരിക്കുന്നു, ആ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, പോയറ്റിന് മാത്രം പറയാൻ പറ്റുന്ന സത്യങ്ങളാണ്. അതൊരിക്കലും സയൻസിൽ തെറ്റായിരിക്കും. സോ അത്തരം ട്രൂത്തുകളെയാണ് നമ്മൾ പോയറ്റിക് ട്രൂത്ത് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കൊണോട്ടേറ്റീവ് ലാംഗ്വേജ് എന്ന് കൂടി പറയും. ഡിനോട്ടേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്റ്റുകൾ പറയുന്നതാണ്. കൊണോട്ടേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ, നമ്മുടെ ഭാവന പറയുന്ന തരത്തിലുള്ള ലാംഗ്വേജാണ് കൊണോട്ടേറ്റീവ് ലാംഗ്വേജ്. അതും കൂടി നിങ്ങളിതിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പോയട്രി ഉണ്ട്. പോയട്രിയെ മേജറായിട്ട് 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് പോയട്രി, അതുപോലെ തന്നെ സബ്ജക്റ്റീവ് പോയട്രി. ഒബ്ജക്റ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്,
എന്തെങ്കിലും ഒരു ഇവൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റോറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് പോയട്രി എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷനും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫീലിങ്സ് ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പോയട്രിയാണ് സബ്ജക്റ്റീവ് പോയട്രി. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഓഡ് ടു എ നൈറ്റിംഗേൾ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ്. ദ റൈം ഓഫ് ദ ആൻഷ്യന്റ് മറൈനർ എന്ന് പറഞ്ഞാൽ അതൊരു ബാലഡാണ്, അതൊരു ഒബ്ജക്റ്റീവ് പോയട്രി ആണ്. പിന്നെ മിക്സ്ഡ് പോയട്രി ഉണ്ട്, ഇത് രണ്ടും അടങ്ങിയ ടൈപ്പ് പോയട്രി ഉണ്ട്. ഡോവർ ബീച്ച് അതിനൊരു എക്സാമ്പിൾ ആണെന്നും കൂടി അത് പറയാം. ഇവിടെ ഒബ്ജക്റ്റീവ് പോയട്രിയും സബ്ജക്റ്റീവ് പോയട്രി എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കുക കേട്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തത് നിങ്ങൾക്ക് ഹൗ ടു റീഡ് എ പോയം റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ഈ പോയട്രിയിൽ പറയുന്ന സ്പീക്കർ ആരാണെന്ന് നോക്കണം. ഫോക്കസ് ഓൺ കീവേഡ്സിൽ ഫോക്കസ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് ലിറ്റററി ഡിവൈസസ്, അതിലേതെങ്കിലും മെറ്റഫർ ഉണ്ടോ സിമിലി ഉണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇതിൽ വലേ സ്റ്റീഫൻസ് എങ്ങനെ പോയം വായിക്കണം എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ നോക്കുക. അതിന് ശേഷം നമ്മൾ അവസാനത്തിൽ നമ്മൾ ദ സോളിറ്ററി റീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയട്രിയിലെ ഒരു ലൈന് നമ്മൾ എക്സാമ്പിളായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഹോൾഡ് ഹെർ സിംഗിൾ ഇൻ ദ ഫീൽഡ്, യു സോളിറ്ററി ഹൈലാൻഡ്സ് ലാസ്റ്റ്, റീപ്പിംഗ് ആൻഡ് സിംഗിങ് ബൈ ഹെർസെൽഫ്, സ്റ്റോപ്പ് ഹിയർ ഓർ ജെൻലി പാസ്. അതായത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു പോയട്രി കൊടുത്തിട്ട് എങ്ങനെ ഇതിനെ അനലൈസ് ചെയ്യാമെന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇതിൻ്റെ ഒരു തീം എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പോയട്രി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹൈലാൻഡ് ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സോളിറ്ററി റീപ്പർ എന്ന് പറഞ്ഞാൽ പുല്ലരിയുന്ന സ്ത്രീയാണ് കേട്ടോ. ആ ഒരു ഹൈലാൻഡ് ലാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീയെയാണ് ഉപമിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതിലെ മെറ്റഫർ ഇവിടെ നോ നൈറ്റിംഗേൽ ഡിഡ് എവർ ചാൻഡ്, അതായത് ആ ഒരു പുല്ലുവെട്ടുന്ന സ്ത്രീ പാടുന്നത് നൈറ്റിംഗേൽ രാപ്പാടി പാടുന്നതിനേക്കാളും മനോഹരമാണ് എന്നാണ് പറയുന്നത്. അതൊരു മെറ്റഫറാണ്. ആളിറ്ററേഷൻ ഇവിടെ വരുന്നുണ്ട്. സ്റ്റോപ്പ് ഹിയർ, ജെൻലി പാസ് എന്നൊക്കെ പറയുന്നത് ആളിറ്ററേഷൻ ആണ്. അതുപോലെ തന്നെ മെറ്റഫർ വരുന്നുണ്ട്, ഇമേജറി വരുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പോയം ശരിക്കും അവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പോയട്രിയും കൂടി നിങ്ങൾ വായിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. യൂണിറ്റ് 1 നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ആ പോയട്രി നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും വായിക്കാതെ ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നില്ല. അത് നമ്മുടെ ഫുൾ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്താണ് അതിൻ്റെ മീനിങ്സ് കാര്യങ്ങളൊക്കെ. അത് ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയട്രി അല്ല, മറിച്ച് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തതാണ് സോളിറ്ററി റീപ്പർ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു എൻ്റർ പോയം വായിച്ചിട്ട് അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷനും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളതൊന്ന് വായിച്ച് നോക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് യൂണിറ്റ് 1. താങ്ക് യു സോ മച്ച്.